ഒരു വീട്ടിനകത്ത് കയറി വാതിലില്ലാത്ത വീടുകൾ നമുക്ക് കേരളത്തിലുള്ളവർ സങ്കല്പിക്കാനൊക്കെ കയറിയപ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഒരു ആടില്ല, മുട്ടനാട്, ബക്കറി, ഒരു മുട്ടനാട് ഒരു മനുഷ്യനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. അല്ല, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നല്ല, ആക്ച്വലി ടെൽ യു വെരി ഫ്രാങ്ക്ലി ദേ വർ സ്നോറിംഗ് അവേ ടു ഗ്ലോറി. കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇതെന്തൊരു കാഴ്ചയാണ്, ഒരു കയറ് കെട്ടുള്ള ഒരു മനുഷ്യനും മൃഗവും ഇത്ര സുഖകരമായിട്ട് ദേ വർ ഹഗിങ് ഈച്ച് അതർ സ്നോറിംഗ്. അപ്പം ഞാൻ പറഞ്ഞു ക്യാവരാ, എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഡ്രൈവർ ഇതിൻ്റെ കഷ്ടമാണ്, കാരണം അവരുടെ വീടുകളിലെല്ലാം മൃഗങ്ങൾക്ക് ഒരു മുറിയുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടില്ലേ, റൂം വിത്ത് എ വ്യൂ എന്നൊക്കെ പറയുന്ന പോലെ. അവിടെ അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോൾ ഒരു പശുവും 2 കിടാങ്ങളും സന്തോഷമായിട്ട് മുറിക്കകത്ത്, ജനലും വാതിലും ഒക്കെ ഉള്ള ഒരു മുറിക്കകത്ത് സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്നു. എൻ്റെ മനസ്സിനത് കുറിച്ചിട്ടു. പിന്നെ അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അതിൻ്റെ തിരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, ഈ ലേഡി ബോംബെയിലെ കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിൽ എൻ്റെ വേഷം തന്നെ അവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഞാൻ ഈ കോട്ട് സ്യൂട്ടൊന്നും കോർപ്പറേറ്റ് ഹെഡ് പോയി അവർക്ക് എന്നെ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഈ ഡിസൈൻ വേണ്ട, അവർക്ക് ഒറ്റ ഡിസൈൻ മതി, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണ്ട. ഞാൻ പറഞ്ഞു, ഇതൊരു നക്സൽ ഏരിയയാണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് പരാജയപ്പെടും. ബാക്കി എല്ലാ കോർപ്പറേറ്റ് പ്യൂമാർ ഞാൻ പറഞ്ഞു, you have to take them into confidence. You are going to build for them. Who are you? You are not mandated to take their land. You have to do something in compensation. That lady was magnanimous enough. അവരോട് ഞങ്ങൾക്ക് പൈസയല്ല പ്രശ്നം, I want to bring them happiness. They are being taken away from the hinterland. എനിക്ക് ഞാൻ അവസാനം വീടുകൾ ചെയ്തു, 15,000 വീടുകൾ സിംഗ്രോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തു മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് ചെയ്യിക്കുകയാണ്.